സഖാവ് സീതാറാം വിദ്യാർത്ഥി ജീവിതത്തിലൂടെ തൻ്റെ പൊതുപ്രവർത്തനം ആരംഭിച്ചതാണ്. ആ കാലം തൊട്ട് രാജ്യം ശ്രദ്ധിക്കുന്ന പൊതുപ്രവർത്തകനായി അദ്ദേഹം മാറിയിരുന്നു. ഇന്ത്യ കണ്ട പ്രമുഖ ദക്ഷിണാശാലികളിൽ ഉന്നത നിരയിൽ തന്നെയാണ് സീതാറാമിൻ്റെ സ്ഥാനം എക്കാലവും. എല്ലാ മേഖലയിലും നല്ല ബന്ധം പുലർത്തിപ്പോന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു അദ്ദേഹം. ശക്തരായ കമ്മ്യൂണിസ്റ്റ് എതിരാളികൾക്ക് പോലും അങ്ങേയറ്റം ആദരവോടെ സ്നേഹത്തോടെ സമീപിക്കാൻ കഴിഞ്ഞ ഒരു നേതാവ് കൂടിയായിരുന്നു സഖാവ് സീതാറാം. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതീവ ദുഃഖകരമായ ഒന്നാണ് ഈ വേർപാട്. പെട്ടെന്ന് നികത്താവുന്ന ഒന്നല്ല. വ്യക്തിപരമായി ദീർഘകാലമായി എനിക്ക് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന, രാഷ്ട്രീയത്തിനതീതമായി ഏത് കാര്യവും പരസ്പര വിശ്വാസത്തോടെ തുടർന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരു അടുത്ത സുഹൃത്ത്. അദ്ദേഹത്തിൻ്റെ വേർപാട് തീർച്ചയായും ദേശീയ രാഷ്ട്രീയത്തിന് നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ വേദനിക്കുന്ന കുടുംബാംഗങ്ങളോട്, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരോട്, അവർക്കൊപ്പം അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്ന, ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഞാനും എൻ്റെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. സീതാറാം യെച്ചൂരി ചെറുപുഞ്ചിരിയോടെ സങ്കീർണ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുന്ന നേതാവ്. കേരളത്തിലെ വിഭാഗീയതയിൽ ചെറിയ കുഞ്ഞിനെ അനുനയിപ്പിക്കുന്ന പോലെ VSനെ മെരുക്കിയിരുന്ന നേതാവ്. CPMന് എന്ത് ദേശീയ പ്രസക്തിയെന്ന് പരിഹസിക്കുന്നവർക്ക് മറുപടിയായ നേതാവ്. യെച്ചൂരി അങ്ങനെയൊക്കെയാണ് ഓർമ്മിക്കപ്പെടുന്നത്. രാഹുൽ ഗാന്ധിയുടെ വാക്കുകളാണ് അനുസ്മരണക്കുറിപ്പുകളിൽ ഏറ്റവും യോജിക്കുന്നത്. സീതാറാം യെച്ചൂരി ഇന്ത്യ എന്ന ആശയത്തിന്റെ സംരക്ഷകനായിരുന്നു. ആ നിലയ്ക്ക് നഷ്ടം CPMന് മാത്രമല്ല. ദേശീയ രാഷ്ട്രീയ ഭൂമികയിൽ ഇടതുപക്ഷത്തെ പ്രസക്തമായി നിർത്തിയ BJP വിരുദ്ധ ശക്തികളെ ഏകീകരിക്കുന്നതിൽ നേതൃത്വം വഹിച്ച മറ്റൊരു നേതാവില്ല. പ്രായോഗികതയും കണിശതയും ചേരുംപടി ചേർന്ന മറ്റൊരു നേതാവില്ല. യെച്ചൂരിയെപ്പോലെ ഇനി മറ്റൊരാളില്ല. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണത്തിലേക്ക്. ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും തീരാ നഷ്ടമാണ് സഖാവ് സീതാറാം യെച്ചൂരിയുടെ ആകസ്മികമായ നിര്യാണത്തിലൂടെ ഉണ്ടായത്. ഒരു മനുഷ്യായുസ് പൂർണ്ണമായും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിനു വേണ്ടി സമർപ്പിച്ച ഒരു സമർപ്പിത ജീവിതമാണ് ഇന്ന് ഒലിഞ്ഞത്. CPIMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിനിടയിലാണ് 24ാം പാർട്ടി കോൺഗ്രസ്സിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് സഖാവ് നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുള്ളത്. മാർക്സിൻ ലെനിനിസം ഉയർത്തിപ്പിടിക്കുന്നതിലും അതിനടിസ്ഥാനപ്പെടുത്തി ഇന്ത്യയിലെ ജനങ്ങളെ ശരിയായ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ടേക്ക് നയിക്കാനുള്ള പ്രത്യശാസ്ത്രപരമായ ഉള്ളടക്കം നൽകുന്നതിലും ഏറ്റവും പ്രമുഖനായ മാർക്സിസ്റ്റ് സൈദ്ധാന്തികനാണ് സഖാവ് സീതാറാം യെച്ചൂരി. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് അദ്ദേഹം ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്കും എത്തിച്ചേരുന്നത്. അടിയന്തരാവസ്ഥക്കെതിരായി രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധം അന്ന് JNUവിൻ്റെ ഏറ്റവും പ്രമുഖ സ്ഥാനത്തിരിക്കുന്ന നേതാവെന്ന രീതിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധിക്കെതിരായി അതിശക്തമായ രീതിയിലുള്ള പോരാട്ടമാണ് JNUവിലെ യൂണിയൻ നേതാവെന്ന നിലയിലും SFI പ്രസ്ഥാനത്തിൻ്റെ സമുന്നത നേതാവെന്ന രീതിയിലും നേതൃത്വം നൽകിക്കൊണ്ട് ഡൽഹിയിൽ നടത്തിയിട്ടുള്ള നിരന്തരമായ പോരാട്ടവും സമരവും. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് എത്തിച്ചേരുകയും 33ാമത്തെ വയസ്സിൽ സെൻട്രൽ കമ്മിറ്റിയിലും 40ാമത്തെ വയസ്സിൽ പോളിറ്റ് ബ്യൂറോവിലും എത്തിച്ചേർന്ന സഖാവ് സീതാറാം യെച്ചൂരി ലോകത്തെമ്പാടുമുള്ള മാർക്സിസ്റ്റ് ലെനിനിസ്റ്റുകാർക്ക് ഏറ്റവും ശ്രദ്ധേയമായ ഒരു നാമമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എങ്ങനെയാണ്
ഭരണ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള കാര്യം ചർച്ച ചെയ്യുന്ന ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ, പ്രത്യേകിച്ച് നമ്മുടെ തൊട്ടടുത്ത രാജ്യമായിരുന്ന നേപ്പാൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ മാർക്സിസ്റ്റ് സൈദ്ധാന്തിക നിലപാടിനെ പ്രത്യശാസ്ത്രപരമായ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ടേക്ക് നയിക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ നേതൃത്വമായിരുന്നു സഖാവ് യെച്ചൂരിയുടേത്. ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളുമായിട്ടുള്ള ബന്ധം അതിശക്തമായ രീതിയിൽ, ദൃഢമായ രീതിയിൽ മുന്നോട്ടേക്ക് നയിക്കുന്നതിലും അദ്ദേഹം പ്രധാനപ്പെട്ട പങ്കുവഹിക്കുകയുണ്ടായി. ഏറ്റവും അവസാനമായി നടന്ന കർഷക പ്രക്ഷോഭം ഉൾപ്പെടെയുള്ള സമരങ്ങളിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടേക്ക് നയിക്കുന്നതിൽ അദ്ദേഹം അതിൻ്റെ നേതൃത്വ ശക്തിയായിട്ട് മാറി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനും പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന തിരഞ്ഞെടുപ്പ് പരാജയങ്ങളെ എങ്ങനെ ഫലപ്രദമായി ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വീണ്ടും മുന്നോട്ടേക്കുള്ള കുതിപ്പിന് ഉതകുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാമെന്നുള്ളതിനെ സംബന്ധിച്ച് വളരെയേറെ ശ്രദ്ധയോടുകൂടി പാർട്ടിയെ നയിച്ചുകൊണ്ടാണ് സഖാവ് ഇവിടെ നമുക്ക് കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകൾ ഉൾപ്പെടെ അതിശക്തിയായ രീതിയിലുള്ള വെല്ലുവിളികൾ അതിജീവിക്കുന്ന ഈ സന്ദർഭത്തിൽ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തായിട്ടാണ് സഖാവ് സീതാറാം യെച്ചൂരിയെ നമ്മൾ കണ്ടത്. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ തോൽവി കേരളം ഏറ്റുവാങ്ങിയപ്പോൾ CPIMൻ്റെ നേതാക്കളെയും പ്രവർത്തകരെയും എല്ലാം ഒന്നിച്ച് മുന്നോട്ടേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള പാർട്ടി റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായി പാർട്ടി സെൻട്രൽ കമ്മിറ്റി കഴിഞ്ഞ ഉടനെ തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിലായി ഇവിടെ കണ്ണൂരിൽ കേരളത്തിൻ്റെ വിവിധ മേഖലകളിലായി നടത്തിയ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പാർട്ടി പ്രവർത്തകരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും വലിയൊരു നഷ്ടമാണ് ഇന്ത്യയിലെ പാർട്ടിക്ക്, ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾക്ക് ഉണ്ടായിട്ടുള്ളത്. അസുഖബാധിതനായിരുന്ന യെച്ചൂരിയെ കാണാനാണ് MP ഗോവിന്ദൻ ഡൽഹിയിൽ എത്തിയത്. അദ്ദേഹം തിരിച്ചു വരാനിരിക്കുമ്പോഴാണ് യെച്ചൂരിയുടെ വിയോഗം സംഭവിച്ചത്. എങ്ങനെയായിരുന്നു യെച്ചൂരി പ്രവർത്തിച്ചത് എന്ന് അനുസ്മരിക്കുകയായിരുന്നു ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം. CPI സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ തത്സമയം. അതോടൊപ്പം തന്നെ കൂടുതൽ അതിഥികളിലേക്ക് എത്താം. ആദ്യം ശ്രീ ബിനോയ് വിശ്വം, മുന്നണിക്ക് നഷ്ടം, പാർട്ടിക്ക് നഷ്ടം, അതുകൂടാതെ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു നഷ്ടമാണല്ലോ യെച്ചൂരിയുടേത്. യെച്ചൂരി എന്ന നേതാവ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നതിലുപരി എല്ലാവർക്കും സ്വീകാര്യനായ ഒരു നേതാവായിരുന്നു. ആ നിലയ്ക്കാണ് അദ്ദേഹം വ്യത്യസ്തനാകുന്നത്. താങ്കൾക്കും ഒരുപാട് ഓർമ്മകൾ കാണും, ഡൽഹി കാലത്തെ ഓർമ്മകളും കാണും. യെച്ചൂരി എന്ന നേതാവിനെ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ താങ്കൾ അനുസ്മരിക്കുന്നത്? ഈ നഷ്ടം തീർച്ചയായിട്ടും CPIMൻ്റെ മാത്രം നഷ്ടമല്ല. ഞാൻ പറയും, ഇത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പൊതുവായ നഷ്ടമാണ്. മതേതര ജനാധിപത്യ ഇടതുപക്ഷ ശക്തികളുടെ എല്ലാം മുന്നേറ്റപാതയിൽ ഈ നഷ്ടം തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള നിഴൽ വീഴ്ത്തും വരുന്ന കുറേ കാലത്തേക്കെങ്കിലും. പക്ഷെ മുന്നോട്ട് പോയേ മതിയാവും. മുന്നോട്ട് പോകാനുള്ള ഊർജം പകരാനും ആ സ്മരണ നിങ്ങളെ എല്ലാം സഹായിക്കും എന്ന് ഉറപ്പ് എനിക്കുണ്ട്. സൈദ്ധാന്തിക അടിത്തറയുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു സീതാറാം. അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇന്ത്യൻ സാഹചര്യങ്ങളെ മനസ്സിലാക്കാനും ആ മനസ്സിലാക്കിയ സാഹചര്യങ്ങളിൽ മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രം ശരിയാം വിധം പ്രയോഗിക്കുവാനും അദ്ദേഹം കാണിച്ച ഒരു പ്രാവീണ്യമുണ്ട്. ആ പ്രാവീണ്യത്തെ ഓർത്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സൈദ്ധാന്തിക അടിത്തറയുള്ള ഒരു നേതാവിന് മാത്രം കഴിയുന്ന പ്രവർത്തന മികവ് സീതാറാമിൻ്റെ മുഖമുദ്രയായിരുന്നു. അത് പലപ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ നമ്മളെല്ലാവരും കണ്ടതാണ് ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ വരവ്. ഇന്ത്യ സഖ്യം കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മുഖ്യ ശത്രുവാരാണ് ഇടതുപക്ഷത്തിൻ്റേത് എന്ന ചോദ്യം ഉയർന്നു വന്നു. ഉത്തരവിന് വേണ്ടി വന്നു. ഒരു മാർക്സിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ കണ്ണാടിയിൽ കൂടി സത്യങ്ങളെ കാണാൻ ശ്രമിക്കുന്ന, പഠിക്കാൻ ശ്രമിക്കുന്ന എല്ലാവർക്കും ബോധ്യമാകും മുഖ്യ എതിരാളി
RSS നയിക്കുന്ന BJP ആണെന്ന്. ആ വസ്തുത ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഈ മുഖ്യ എതിരാളിയെ പരാജയപ്പെടുത്താൻ ആവശ്യമായ വിപുലമായ സമര സഖ്യത്തിൻ്റെ രൂപീകരണമാണ്. അതിനകത്ത് കലവറയൊന്നും കൂടാതെ മുൻകൈയെടുത്ത നേതാവാണ് സഖാവ് സീതാറാം യെച്ചൂരി. അത് ഇടതുപക്ഷത്തിൻ്റെ കൂടി പങ്കാളിത്തമുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ പിറവിക്ക് നിമിത്തമായി. അവിടെ വേണമെങ്കിലൊരു കടുംപിടുത്തം പിടിച്ചുകൊണ്ട് ആരാണ് നേതാവ്, നായകത്വമാർക്കാണ് എന്നൊക്കെയുള്ള പിടിവാശി കാണിച്ചുകൊണ്ട് വേണമെങ്കിൽ മാറി നിൽക്കാൻ തോന്നാമായിരുന്നു. അല്ലെങ്കിൽ ആശയ കടുംപിടുത്തത്തിൻ്റെ തർക്കങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാമായിരുന്നു. അത്തരത്തിലുള്ള ശാഠ്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മുഖ്യ എതിരാളിയെ പരാജയപ്പെടുത്തുകയാണ് മുഖ്യമായ കടമയെന്നുള്ള ബോധ്യത്തിൽ അതിനുവേണ്ടിയുള്ള ഏറ്റവും വിശാലമായ ഐക്യമെന്ന അനിവാര്യതയ്ക്ക് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കാൻ തക്ക ഭാഗത്തിൽ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ മാർക്സിസം പ്രയോഗിക്കാൻ കാണിച്ച ആ ഒരു ശുഷ്കാന്തിയും ദൂരക്കാഴ്ചയുമാണ് സീതാറാമിനെ വ്യത്യസ്തനായ സൈദ്ധാന്തിക മാനമുള്ള നേതാവാക്കി മാറ്റിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടുകൂടി ഞാൻ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അനിവാര്യമായ സാഹചര്യത്തിലാണ് സീതാറാം വിട പറയുന്നത്. ഓർമ്മകളെ പറ്റിയാണെങ്കിൽ ഒത്തിരി ഓർമ്മകളുണ്ട്, ദശാബ്ദങ്ങൾ നീണ്ട ഓർമ്മകളുണ്ട്. 70കളുടെ തുടക്കത്തിൽ 74-ലായിരിക്കും, 74-ലാണ് മഹാരാജാസ് കോളേജിൻ്റെ മുറ്റത്ത് വെച്ചാണ് ആ ബന്ധം ആരംഭിക്കുന്നത്. അന്ന് ഞാൻ AISFൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്നു. സീതാറാം അന്ന് SFI അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു. അന്ന് അല്പനേരം പരിചയപ്പെട്ടു കൈകൊടുത്ത് ആരംഭിച്ച ബന്ധമാണത്. ആ കൈകൊടുക്കൽ പിന്നീട് ദശാബ്ദങ്ങൾ നീണ്ട ഒരു വലിയ സൗഹാർദ്ദ ബന്ധത്തിൻ്റെ തുടക്കമായി മാറി. കുറച്ചു കാലം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, വിദേശത്തായിരുന്നു. ലോക ജനാധിപത്യ വിഭജന ഫെഡറേഷൻ്റെ ഭാരവാഹിയായി പ്രവർത്തിക്കുന്ന ആ കാലത്ത് ബുഡാപെസ്റ്റിലും പിന്നെ മോസ്കോയിലും ഞാൻ ജീവിക്കുന്ന കാലത്തെല്ലാം എന്തെങ്കിലുമെല്ലാം അന്തർദേശീയ സമ്മേളനങ്ങൾക്കായി ബുഡാപെസ്റ്റിലോ മോസ്കോയിലോ വന്നപ്പോൾ എല്ലാ ഘട്ടങ്ങളിലും സീതാറാം നിർബന്ധമായും എൻ്റെ വീട്ടിലെത്തുമായിരുന്നു. ഒന്നിച്ച് ആഹാരം കഴിക്കും, ദീർഘനേരം വർത്തമാനം പറയും, പൊതുവിഷയങ്ങൾ പറയും, വീട്ടുകാരുമായി വർത്തമാനം പറയും. അന്ന് തീരെ കൊച്ചായിരുന്ന എൻ്റെ മകളുമായിട്ട് അദ്ദേഹം സൗഹൃദം, ഒരു ചെങ്ങാത്തം സ്ഥാപിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അതെല്ലാം ഉള്ള നല്ല സജീവതയുള്ള ഒരു നിറഞ്ഞ മനുഷ്യനായിരുന്നു സീതാറാം യെച്ചൂരി. ആ മനുഷ്യനുമായി ബന്ധപ്പെട്ടതെല്ലാം സ്വന്തമായി കാണാനുള്ള ഒരു വലിയ മനസ്സുണ്ടായിരുന്നു. സുഹൃത്ത് സംഭാഷണവതികളെല്ലാം സീതാറാം ഒരു നിറഞ്ഞ മനുഷ്യസ്നേഹിയെപ്പോലെ, സുഹൃത്തിനെ പോലെ എല്ലാവരുമായിട്ടും ആശയങ്ങൾ പങ്കിടുമായിരുന്നു. സീതാറാമിന് ഒരു ശീലമായിരുന്നു നിർത്താത്ത പുകവലി. അതിനെപ്പറ്റി പറയുമ്പോൾ സീതാറാമിൻ്റെ ചിരിയിൽ ഒതുക്കുന്ന മറുപടിയും എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ഒരുപാട് രോഗാവസ്ഥ കലശലായതും ഒരുപക്ഷെ ആ ശീലം കൊണ്ടാകാം അല്ലേ? കുറച്ചു കാലം കൂടി അദ്ദേഹം വേണ്ടതായിരുന്നു എന്ന് സുഹൃത്തുക്കൾ പറയുന്നു. ഈ നിർത്താത്ത പുകവലി കൂടി ചേർന്നാണ് അദ്ദേഹത്തിൻ്റെ ശ്വാസകോശത്തെ ബാധിച്ച രോഗത്തിന് കാരണമെന്ന് പലരും പറയുന്നു. എനിക്കറിയില്ല. എന്തായാലും ഒരു വാക്ക് ഞാൻ പറഞ്ഞു പോകുന്നു, സീതാറാം ഇത്ര വേഗം വിട്ടുപോകാൻ പാടില്ലായിരുന്നു. സീതാറാമിന് ഇവിടെ ഇപ്പോൾ ആവശ്യമുണ്ടായിരുന്നു. അതാണ് ആവശ്യമുള്ള ഒരു കാലം, ഒരു പ്രത്യേക കാലത്തിലാണ് അദ്ദേഹം, കുറച്ചു കാലം കൂടി തുടരേണ്ട ഒരു കാലത്തിലാണ് അദ്ദേഹം പെട്ടെന്ന് മറഞ്ഞില്ലാതായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ശ്രീ ദാമോദർ പ്രസാദ് കൂടിയുണ്ട്. അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷകനാണ്, ചിന്തകനാണ്. ശ്രീ ദാമോദർ പ്രസാദ്, ഈ കാലത്ത്, ഈ പ്രത്യേക കാലത്ത് അതിശക്തമായി പ്രതികരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് മാത്രം അല്ല, എല്ലാവർക്കും സ്വീകാര്യമായ, അവിടെയാണല്ലോ ഇപ്പോൾ ഇന്ത്യ എന്ന ആശയത്തെ ഊട്ടിയുറപ്പിച്ചൊരു നേതാവ്. അങ്ങനെയാണ് രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിക്കുന്നത്. ഇന്ത്യ മുന്നണി കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച നേതാവാണ്. ഒരു കാലത്ത് ഇന്ദിരാഗാന്ധിയെ വിറപ്പിച്ച നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന കാലമായപ്പോഴേക്കും അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ തോളിൽ കൈയിടുന്ന, രാഹുൽ ഗാന്ധിയുമായും സോണിയാഗാന്ധിയും ഒക്കെ സൗഹൃദമുള്ള ഒരു നേതാവായി. അപ്പോൾ ആ കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെ എങ്ങനെയായിരുന്നു ചില കാര്യങ്ങളിൽ അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ? ഒരു വശത്ത് പ്രായോഗികത എന്ന് പറയുന്നു, അതേസമയം പ്രായോഗികതയുണ്ട്, അതേസമയം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയുമില്ല. ഇതെങ്ങനെയാണ് ഈ ഒരു കോമ്പിനേഷൻ സാധ്യമായിട്ടുണ്ടാവുക?
സ്മൃതി, നിങ്ങളുടെ ചാനൽ എഴുതി കാണിക്കുന്നുണ്ടല്ലോ ഇന്ദിരാഗാന്ധിയെ തടഞ്ഞ് കുറ്റപത്രം വായിച്ച് അതിൻ്റെ ഫോട്ടോ സ്മൃതി കണ്ടോ? ശരിക്കും അതാണ് കാണിക്കേണ്ടത്. അത് ഇന്നും ആ ഒരു വല്ലാത്ത രീതിയിൽ നമുക്ക് ഇൻസ്പയർ ചെയ്യുന്ന, വളരെ പ്രചോദനം നൽകുന്ന, ഈ നമ്മുടെ പലപ്പോഴും വിദ്യാർത്ഥി സമ്മേളനങ്ങളിൽ ആ ചിത്രം കാണാൻ പറ്റും. അതിൽ ഇന്ദിരാഗാന്ധിയുടെ സ്റ്റേച്ചറും അതിൻ്റെ അകത്ത് പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം അതിൻ്റെ അകത്ത് പ്രധാനമന്ത്രി ഇങ്ങനെ ആ ഒരു യുവ നേതാവിൻ്റെ കുറ്റപത്രം കേൾക്കുന്ന, നമ്മുടെ ഇന്നത്തെ പ്രധാനത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അതിൻ്റെ ഒരു വീര്യം എനിക്ക് തോന്നുന്നു, അതിൻ്റെ ഒരു അൺകോംപ്രമൈസിങ്, പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ കാലത്ത് പലരും കോംപ്രമൈസ് സമയത്ത് ആ അൺകോംപ്രമൈസിങ് ആയിട്ടുള്ള ലീഡർഷിപ്പിൻ്റെ ഒരു ക്വാളിറ്റി ഉടനീളം കാണിക്കുകയും ആ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതം തന്നെ കെട്ടിപ്പടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒത്തീർപ്പില്ലാതിരിക്കുക എന്നുള്ളത് മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങളനുസരിച്ചോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒത്തീർപ്പ് ഇല്ലാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സാധിക്കുന്ന ഒരു വലിയ ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണ് നമ്മുടെ മുമ്പിലെ സഖാവ് സീതാറാം യെച്ചൂരി. അതിൻ്റെ വലിയ തുടർച്ച, ആ നൈരന്തര്യം നമുക്ക് പിൽക്കാലത്തും കാണാം. അപ്പോൾ ഇന്ദിരാഗാന്ധി ആ നിലയ്ക്ക് ചിത്രങ്ങളിൽ അവസാനം കാണുന്ന ചിത്രമാണല്ലോ ശ്രീ ദാമോദർ പ്രസാദ് താങ്കൾ സൂചിപ്പിച്ച ചിത്രം. പ്രേക്ഷകരുടെ അറിവിലേക്കായി 77-ൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെടുന്നു. JNU വിദ്യാർത്ഥികൾ ഇന്ദിരയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുന്നു. അവിടെ അടിയന്തരാവസ്ഥയുടെ ക്രിമിനലുകൾ എന്നാണ് വിദ്യാർത്ഥികൾ ഇന്ദിരാഗാന്ധിയുടെ മുഖത്ത് നോക്കി വിളിക്കുന്നത്. ഇന്ദിരാഗാന്ധി വസതിയിൽ നിന്ന് പുറത്തേക്ക് വന്ന വിദ്യാർത്ഥികളെ നോക്കി ആദ്യം ചിരിക്കുന്നൊക്കെയുണ്ട്. പക്ഷേ മുന്നോട്ട് വന്നുകൊണ്ട് ഈ സീതാറാം യെച്ചൂരിയാണ് മെമ്മോറാണ്ടം വായിക്കുന്നത്. ആ മെമ്മോറാണ്ടം അതുവരെ അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന ക്രൂരതയുടെ കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചുകൊണ്ടുള്ളൊരു മെമ്മോറാണ്ടമാണ് വായിച്ചത്. ഇന്ദിരാഗാന്ധിയുടെ ചിരിയൊക്കെ മാഞ്ഞു. ഇന്ദിരാഗാന്ധി അകത്തേക്ക് പോയി. പിറ്റേന്ന് ഇന്ദിരാഗാന്ധിയുടെ രാജി, അതാണ് സംഭവിച്ചത്. അപ്പോൾ ആ കാലം മുതൽ, അതായത് പഠനകാലം മുതൽ അദ്ദേഹം എത്രത്തോളം ഈ വിപ്ലവ പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിച്ചു, എത്രത്തോളം ഊർജ്ജമാക്കാര്യത്തിലൂടെ നിലപാടുകൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു ചിത്രം കൂടിയാണത്. ശരി, താങ്കൾക്ക് തുടരാം ശ്രീ ദാമോദർ പ്രസാദ്. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഈ പ്രത്യേകതകൾ, സവിശേഷ കാലഘട്ടത്തിൽ ഇന്ത്യൻ ജനാധിപത്യം നേരിട്ട പ്രതിസന്ധികൾ എന്താണ്, അതിൻ്റെ പ്രതിബന്ധങ്ങൾ എന്താണ്, അതിനെ കൃത്യമായി വിശകലനം ചെയ്യാൻ അതിനോട് അതേ മനസ്സോടുകൂടി തന്നെ, ഒരു ഇടതുപക്ഷ മനസ്സോടുകൂടി, മാർക്സിസ്റ്റ് മനസ്സോടുകൂടി. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഒരു ലെനിനിസ്റ്റ് റൂൾ ബുക്ക് നേതാവായിരുന്നില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. മറ്റ് നേതാക്കളെ പോലെ നമ്മുടെ ഒരു കാഴ്ചയിൽ ലെനിനിസ്റ്റ് റൂൾ ബുക്ക് നേതാവായിരുന്നില്ല. കാരണം അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലും പെരുമാറ്റത്തിനും അങ്ങനെ ലെനിനിസ്റ്റ് റൂൾ ബുക്ക് ശൈലി ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആ നിലയ്ക്ക് വളരെ ജനകീയമായ സ്വഭാവം പ്രകടിപ്പിച്ചു. സുന്ദരയുടെയും ബസവപുന്നയുടെയും ഒക്കെ വലിയ ട്രഡീഷണൽ നേതാവ്. ആ റൂൾ ബുക്ക് സാധനം ഒരിക്കലുള്ള അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു വലിയ പ്രത്യേകതയും ഈ ജനാധിപത്യ ഇടപെടലിൽ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഒരുപക്ഷെ പുതിയ കാലത്തിൻ്റെ പുതിയ ജനാധിപത്യ ആവശ്യങ്ങൾക്കനുസരിച്ച് മുഖ്യ വൈരുദ്ധ്യം ഇന്ത്യൻ ഫാഷിസ്റ്റവും ജനങ്ങളും തമ്മിലുള്ള മുഖ്യ വൈദ്യം തിരിച്ചുകൊണ്ട്, അല്ലാണ്ട് ഇന്ത്യൻ രാഷ്ട്രീയം അത് ഏകാധിപത്യപരമാണോ, ഫാഷിസമാണോ, അല്ലെങ്കിൽ അതോറിറ്റേറിയൻ ആണോ, ഇലക്ട്രൽ ഓട്ടോക്രസിയാണോ എന്ന് സൂക്ഷ്മ വിശകലനം ചെയ്യേണ്ട കാര്യങ്ങളുണ്ടായിരിക്കാം. പക്ഷേ അങ്ങനെ വിശകലനം ഒരു പാഠപുസ്തക ശൈലി അനുവർത്തിക്കാതെ ഈ മുഖ്യ വൈരുദ്ധ്യം ഇത് BJPയും ഇന്ത്യ ജനങ്ങളാണെന്നുള്ള ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ ജനാധിപത്യ സമവാക്യം കെട്ടിപ്പടുക്കാനുള്ള വലിയ ശ്രമം ഇന്ത്യ മുന്നണിക്ക് മുമ്പ് തന്നെ ഒരു ജനാധിപത്യ സമവാക്യം കെട്ടിപ്പടിക്കാനും മതേതരത്തിൻ്റെയും ഇന്ത്യ എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലും ഫെഡറൽ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലും ഭരണഘടനാബദ്ധമായ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുക്കാനുള്ള ഒരു വലിയൊരു പ്രവർത്തനം അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട അതാണ്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയിലെല്ലാം മറ്റേത് നേതാക്കളെക്കാട്ടും തൻ്റെ പാർട്ടിയിലെയും ഇതര കൂടെ നിൽക്കുന്ന സഖ്യകക്ഷികളെക്കാട്ടും കൂടുതൽ CPMൻ്റെ ഒരു ജനറൽ സെക്രട്ടറിയെ കൂടുതൽ കേൾക്കാൻ തയ്യാറാവുന്ന രാഷ്ട്രീയ ജനങ്ങൾ അതിന് ആ വലിയൊരു പാരമ്പര്യം അതിലേക്ക് കൊണ്ടുവരുന്നതുകൊണ്ടാണ്. കാര്യം ജനാധിപത്യത്തിൻ്റെ പാരമ്പര്യം, വർത്തമാന കാലത്തിൽ ജനാധിപത്യത്തിലിരിക്കുന്ന അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ എങ്ങനെ അതിനെ നേരിടാം എന്നുള്ളൊരു പുതിയ സമവാക്യം, പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുസരിച്ച് പുതിയ കെട്ടിപ്പടുക്കുക. അത് അദ്ദേഹത്തിന് തന്നെ പലതരത്തിലും പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാര്യം പൂർണ്ണമായി പിന്തുണ അദ്ദേഹത്തിൻ്റെ സംഘടനയിൽ തന്നെ ലഭ്യമാണോ എന്നുള്ള കാര്യം നമുക്ക് പലപ്പോഴും ചർച്ചാ വിഷയമായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, അദ്ദേഹം മുന്നോട്ട് വെച്ച പാതയാണ് ശരിയായൊരു രാഷ്ട്രീയത്തിൻ്റെ പുതിയ കാലഘട്ടത്തിലേക്ക് അനിവാര്യമായ രാഷ്ട്രീയത്തെ സാധ്യമാക്കുന്നുള്ളത് നമ്മുടെ ഈ 2024 തെരഞ്ഞെടുപ്പും കൂടി തെളിയിച്ചതാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ജനാധിപത്യം വീണ്ടും പല പ്രതിസന്ധികൾ അതിജീവിച്ചുകൊണ്ട് വീണ്ടും പുഷ്കലമായി കാണാൻ തുടങ്ങുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം ഉണ്ടാവുന്നുള്ളത് വലിയ പ്രതിസന്ധി. കാര്യം ഇത്തൊരു ഘട്ടത്തിലായിരുന്നു ജനാധിപത്യത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനുള്ള നമ്മൾ പുതിയ സാധ്യതകൾ തുറന്നു വരികയാണ്. അങ്ങനെ പുതിയ സമവാക്യങ്ങൾ, പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയെ പോലെ ലീഡർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇടതുപക്ഷ പിന്തുണ. നമുക്ക് അങ്ങനത്തെ ഒരു മഹത്തായ മാതൃക ഉണ്ടായിട്ടുണ്ട്. ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് ഇടതുപക്ഷ പിന്തുണ വലിയ തോതിൽ ആ സർക്കാരിനെ നിർണ്ണയിച്ചതാണ്, നമുക്കറിയാം. അത്തരം പുതിയ സാധ്യതകളിലേക്ക് പോകാനുള്ളൊരു ഘട്ടത്തിലാണ് അദ്ദേഹം ഈ രാഷ്ട്രീയ രംഗം എന്നും ജീവിതത്തിനൊക്കെ നമ്മൾ പിൻവാങ്ങുന്നുള്ളത് വലിയ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. അതാണ് CPMന് എന്താണ് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രസക്തി, CPMന് എത്ര സീറ്റുണ്ട്? ഇപ്പോൾ വിജയരാഘവൻ തത്സമയം പ്രതികരിക്കുകയാണ്. അദ്വിതീയമായ സ്ഥാനമുണ്ട്. അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകുമ്പോൾ അതിന് ആശയ രാഷ്ട്രീയ കാഴ്ചപ്പാട് അതിപ്രധാനമാണ്. ലോക സംഭവങ്ങളിൽ, അതുപോലെ തന്നെ ഇന്ത്യയുടെ തന്നെ പൊതുസ്ഥിതിഗതികളിൽ, സാമ്പത്തിക നയങ്ങളിൽ, അതോടൊപ്പം തന്നെ സാമൂഹ്യ മേഖലയിൽ രൂപപ്പെട്ടു വരുന്ന എല്ലാ പ്രശ്നങ്ങളോടും
ശാസ്ത്രീയമായ യുക്തിനിഷ്ഠമായ ഒരു പരിശോധനയിലൂടെ കൃത്യമായ അഭിപ്രായങ്ങൾ രൂപീകരിച്ചെടുക്കാൻ ദക്ഷിണാശാലിയായ കമ്മ്യൂണിസ്റ്റ് നേതാവെന്ന നിലയിൽ സീതാറാം ഏറ്റവും നല്ല മികവ് പ്രകടിപ്പിക്കേണ്ടായി. അതിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം SFIയുടെ ദേശീയ അധ്യക്ഷനായിരിക്കുമ്പോഴാണ് എനിക്ക് തൊട്ടു മുമ്പേയുള്ള ദേശീയ അധ്യക്ഷൻ സഖാവ് സീതാറാമായിരുന്നു. സ്വാഭാവികമായിട്ടും ആ നിലയിൽ ഉണ്ടായിരുന്ന അടുപ്പവും സൗഹൃദവും അതോടൊപ്പം സീതാറാം ഞങ്ങളുടെ തൊട്ട് മുന്നിൽ കാണിച്ചൊരു മാതൃക ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായകരമായിരുന്നു പിന്നീട് പ്രവർത്തിക്കാൻ. അതുപോലെ തന്നെ ഓരോ സന്ദർഭത്തിലും പാർട്ടി നേരിടുന്ന ആശയ സൈദ്ധാന്തിക വിഷയങ്ങളുണ്ടാവും. അത്തരം സന്ദർഭങ്ങളിൽ കൃത്യതയാർന്നൊരു നിലപാട് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവും. സീതാറാമിൻ്റെ ഓരോ പ്രഭാഷണത്തിൻ്റെയും അവസാനങ്ങളിൽ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത് സോഷ്യലിസത്തിലുള്ള വിശ്വാസമാണ്. ഇന്നുള്ളതുപോലെ ആവില്ല നാളത്തെ സമൂഹമെന്ന ഉറച്ച നിലപാടും കാഴ്ചപ്പാടുമാണ്. കാരണം സാമൂഹ്യ മുന്നേറ്റത്തിൽ ദുർബലനായ മനുഷ്യന് ഇന്നല്ലെങ്കിൽ നാളെ പ്രതിരോധിച്ച് കരുത്താർജിച്ച് ഇന്നത്തെ ദൗർബല്യങ്ങളെ പ്രമാണിത്വത്തെ ഇല്ലാതാക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിന്റെ സ്വരമായിരുന്നു. ശരി, വിജയരാഘവന്റെ അനുസ്മരണമാണ് കണ്ടത്. അദ്ദേഹം ഡൽഹിയിൽ നിന്നാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഇപ്പോൾ CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ പ്രതികരണത്തിലേക്ക് പോവുകയാണ്. ശ്രീ TM തോമസ് ഐസക്, യെച്ചൂരി എന്ന നേതാവിനെ പകരം വെക്കാനില്ലാത്ത നേതാവ് എന്ന് തന്നെയാണ് എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. പഠനകാലം മുതൽ തുടങ്ങിയ രാഷ്ട്രീയ ജീവിതമാണ്, ദീർഘകാലം നീണ്ടു നിൽക്കുന്ന രാഷ്ട്രീയ ജീവിതം. എങ്ങനെയാണ് അദ്ദേഹത്തെ താങ്കൾ ഓർമ്മിക്കുന്നത്? പകരം വെക്കാനില്ലാത്ത നേതാവ് എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. നേതാക്കൾ പലരുമുണ്ട്. പക്ഷേ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർക്കും സമ്മതമായിട്ടുള്ള ഒരു CPMൻ്റെ മുഖം എന്ന് പറയുന്നത് സീതാറാം യെച്ചൂരിയായിരുന്നു. ഒരുപക്ഷെ മുമ്പ് ജ്യോതിബാസു ഉണ്ടായിരുന്നു, അതിനുശേഷം ഹർഷേഷും സുർജിത്ത്. അദ്ദേഹമായിരുന്നു മറ്റു പാർട്ടികൾക്കിടയിലുമെല്ലാം അവരുടെ പോലും നിലപാടുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന നേതാക്കളിലൊരാൾ. സുർജിത്ത് എല്ലാവർക്കും സമ്മതനായിരുന്നു, എല്ലാ പാർട്ടികൾക്കുള്ളവരും. മറ്റു പാർട്ടികൾ ചിലപ്പോൾ ഉപദേശത്തിന് പോലും സുർജിത്തിൻ്റെ അടുത്ത് വരാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം ആ ഒരു സ്ഥാനം ഏറ്റെടുത്തത് സീതാറാം യെച്ചൂരിയാണ്. കാരണം സീതാറാം യെച്ചൂരി വളരെ ഹാർഷായിട്ടുള്ള വർത്തമാനമില്ല, ഇൻഫോർമലായിട്ട് കാര്യങ്ങൾ പറയാനറിയാം എന്ന് മാത്രമല്ല രാഷ്ട്രീയത്തിനപ്പുറമുള്ള സൗഹൃദങ്ങളൊക്കെ പാലിക്കുകയും ചെയ്യും. പാർലമെൻറ്റിൽ തന്നെ മറ്റു പാർട്ടികളുടെയൊക്കെ നേതാക്കന്മാരുമായിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് സീതാറാം JNUവിലെല്ലാം SFIയുടെ നേതാവായിരിക്കുമ്പോൾ ജെയ്റ്റ്ലി അന്ന് ABVPയുടെ നേതാവാണ്. ജെയ്റ്റ്ലി എന്നോട് അദ്ദേഹത്തെക്കുറിച്ച് വളരെ പുകഴ്ത്തി പലരും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല പാർലമെൻറ്റിലും എല്ലാം അദ്ദേഹം സീതാറാമിനെ കാണുകയും വർത്തമാനം പറഞ്ഞതിൻ്റെയും ചില കാര്യങ്ങളിൽ ക്ലാരിഫിക്കേഷൻ മേടിച്ചതിൻ്റെയും പാർട്ടിയുടേത് GST കൗൺസിലെ ചില തർക്കങ്ങളിലൊക്കെ അദ്ദേഹത്തെയും കൂടി വിശ്വാസത്തിനെടുത്തിട്ട് കൊണ്ടുപോകാനൊക്കെ ജയിലിൽ നേരിട്ട് അദ്ദേഹം സംസാരിക്കുമായിരുന്നു. അപ്പോഴാണ് മനസ്സിലാക്കിയത് ഇങ്ങനെ ഇത്രയും ഒരു സമ്പന്നമായിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ ഉണ്ടാവുക മാത്രമല്ല അത് പുലർത്തുകയും ചെയ്യുന്ന നേതാവാണ്. അപ്പോൾ ഇന്ത്യ മുന്നണി അതിൽ അത് CPMൻ്റെ പാർലമെൻറ്റിലെ അംഗമൊക്കെ കുറവാണെങ്കിലും അതിൻ്റെ ഒരു രാഷ്ട്രീയ സാന്നിധ്യമായിട്ട് എല്ലാവരോടും നയകാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റുന്ന അതിനുള്ള ബന്ധമുള്ള ഒരു നേതാവായിരുന്നു സീതാറാം യെച്ചൂരി. അതുകൊണ്ടാണ് പകരം വെക്കാൻ പറ്റാത്ത നേതാവെന്ന് പറയുന്നത്. അങ്ങനെ ഒരു സീറ്റിലിരിക്കാൻ പറ്റിയ അധികം പേര് ഇല്ല, അതാണ് യാഥാർത്ഥ്യം. പിന്നെ പഠിക്കണ കാലത്ത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. പ്രകാശ് കാരട്ട് JNU തുടങ്ങുമ്പോൾ JNUവിൻ്റെ പ്രസിഡൻ്റായിരുന്നു.
അതിനുശേഷം എനിക്കൊരു 4 വർഷം കൊണ്ട് കഴിഞ്ഞിട്ടാണ് സീതാറാമിൻ്റെ തലമുറ JNUവിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നത്. അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ടു മുമ്പ് അന്നുള്ള വലിയ സൗഹൃദ കൂട്ടായ്മ അദ്ദേഹം ഇപ്പോഴും നിർത്തുന്നുണ്ടെന്നുള്ളതാണ്. എനിക്ക് സീതാറാമുമായിട്ട് വിദ്യാർത്ഥി പ്രവർത്തനമായിട്ട് അദ്ദേഹം സെൻട്രൽ കമ്മിറ്റിയിലും ഞാനും ഉണ്ട്. സെൻട്രൽ കമ്മിറ്റിയിൽ അദ്ദേഹം സെക്രട്ടറി ആയിരിക്കുമ്പോൾ സെൻട്രൽ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു ബന്ധം മാത്രമല്ല കേട്ടോ. ഈ അദ്ദേഹത്തിൻ്റെ JNU സാമ്പത്തിക ശാസ്ത്ര പഠന കൂട്ടായ്മ അധ്യാപകരുണ്ട്. പ്രഭാത് പട്നായിക്കിനൊക്കെ പോലുള്ളവർ, സഹപാഠികൾ CP ചന്ദ്രശേഖരനെ പോലുള്ളവർ, അവരൊക്കെ എൻ്റെയും കോമൺ ഫ്രണ്ട്സായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും അവരോട്ടൊക്കെ JNU പോകുമ്പോൾ സാർ പറയുമ്പോഴോ അല്ലെങ്കിൽ അവരിവിടെ വരുമ്പോൾ വർത്തമാനം പറയുമ്പോഴോ പലപ്പോഴും സീതാറാമിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഒട്ടും മസിൽ പിടിക്കത്തില്ല വർത്തമാനം പറയാനേ. അങ്ങ് പറയാമെന്നുള്ള, പക്ഷെ പറയുന്നത് എന്തെങ്കിലും വർത്തമാനമല്ല, കൃത്യമായ രാഷ്ട്രീയമായിരിക്കും, കൃത്യമായിട്ടുള്ള സാമ്പത്തിക വിശകലനമായിരിക്കും. പക്ഷെ അതൊക്കെ അനൗപചാരികമായിട്ട് അങ്ങ് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ ഇംഗ്ലീഷിലാണ് പറയുന്നെങ്കിലും അതിനേക്കാൾ ലളിതമായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ അന്ന് പഠിക്കുമ്പോൾ പഠിച്ച കാര്യങ്ങൾ മാത്രമല്ല, അതിനുശേഷവും വായന അതിൻ്റെ കൂടി ഫലമായിട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണ്. അതും ഒരു ഘടകമാണ് പകരം വെക്കാനില്ലാത്ത നേതാവ് എന്ന് പറയുമ്പോഴും. താങ്കൾ വളരെ നന്നായി തന്നെ അദ്ദേഹത്തെ ഓർമ്മിച്ചെടുക്കുന്നു. ഈ താങ്കൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പം മുതലുള്ള രാഷ്ട്രീയ ജീവിതം, പഠനകാലം മുതലുള്ള മസിൽ പിടിക്കാത്ത നേതാവ്, ആ തരത്തിൽ തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടി വരും. ബസവ പുന്നയെ കണ്ടെത്തുന്നു, BT രണദേവിക്കൊപ്പം പ്രവർത്തിക്കുന്നു, പിന്നീട് ഹർകിഷൻ സിംഗ് സുർജിത്തിനൊപ്പമുള്ള യഥാർത്ഥത്തിൽ സുർജിത്തിൻ്റെ ഒരു പിൻഗാമി എന്ന നിലയ്ക്കാണ് അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. UPA കാലത്തെ ഒരു പാലം എന്ന രീതിയിലും അദ്ദേഹത്തെ വിവിധ പാർട്ടികൾ ഓർമ്മിക്കുന്നുണ്ട്. പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കളെയെല്ലാം ഒരുമിപ്പിക്കുന്ന ഒരു പ്രശ്ന പരിഹാരകൻ എന്ന റോൾ എത്രത്തോളം നന്നായി അദ്ദേഹം നിറവേറ്റിയിട്ടുണ്ട്? ഉണ്ട്. ഈ മുന്നണിയിലെ പല തർക്കങ്ങൾ അത് CPM-ആയിട്ടുള്ള തർക്കമാവണമെന്നില്ല. മറ്റു പാർട്ടികൾ തമ്മിലുള്ള തർക്കത്തിലുമൊക്കെ സുർജിത്ത് എല്ലാവർക്കും അറിയാം മധ്യസ്ഥനാകുമായിരുന്നു. സീതാറാമും ആ രീതിയിൽ അത്രത്തോളം വരില്ല, സുർജിത്ത് അത്രത്തോളം വരത്തില്ല. പക്ഷേ പലരും പല പ്രശ്നങ്ങളുടെയും കുരുക്കഴിക്കാനായിട്ട് ബന്ധപ്പെടുമായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഉള്ളിലും പല നേതാക്കന്മാരും സീതാറാമിനെ കൺസൾട്ട് ചെയ്യും. പാർട്ടിയും അവരുമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധങ്ങളില്ലാത്ത സന്ദർഭങ്ങളിൽ പോലും ഇതിനെക്കുറിച്ചുള്ള നിലപാടെന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് പലരും അനൗപചാരികമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ജെയ്റ്റ്ലി ആയിട്ട് തന്നെ. അപ്പോൾ ജെയ്റ്റ്ലിക്ക് അന്ന് AVP-യുടെ നേതാവാണ്, പക്ഷേ JNUവിലെ സീതാറാമിനെ കുറിച്ച് വലിയ അഭിപ്രായമാണ്. അത് അപ്പോഴും പിന്നീടും അവർ തമ്മിൽ സൗഹൃദത്തിന് രാഷ്ട്രീയം ശക്തമായിട്ട് എടുത്ത് പറയുമ്പോഴും എല്ലാം ചിലപ്പോൾ GST കൗൺസിലിൽ ഞാനെടുക്കുന്ന നിലപാടുകൾ കാര്യങ്ങൾ അത് വല്ലതും സംസാരിക്കാനുണ്ടെങ്കിൽ പാർലമെൻറ്റ് വെച്ച് അദ്ദേഹത്തോട് സംസാരിക്കുകയും വ്യക്തത വരുത്തുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനാണ് ഇങ്ങനെ കുരുക്കുകൾ കഴിക്കാനായിട്ട് അത് അദ്ദേഹത്തിനൊരു രസമായിരുന്നു എനിക്ക് തോന്നുന്നത്. താങ്കൾക്ക് ആ ഓർമ്മയിൽ കേരളത്തിലെ കുരുക്കഴിക്കുന്നതിലെ കാര്യങ്ങളും താങ്കൾ ഓർക്കുന്നുണ്ടാകും. കേരളത്തിൽ പാർട്ടി വിഭാഗീയത കാലം, VS പക്ഷം പിണറായി പക്ഷം എന്നിങ്ങനെ രണ്ടായി നിന്നിരുന്ന കാലം, അതിൽ VS-നൊപ്പമായിരുന്നു യെച്ചൂരി എന്നുള്ളത് അപ്പുറത്ത് വിഭാഗത്തിന് ഒരു ചെറിയ പിണക്കമായി അവിടെ നിൽക്കുന്നുമുണ്ടായിരുന്നു. പക്ഷേ 2016 തെരഞ്ഞെടുപ്പിൽ VS-നെ മുൻനിർത്തിയുള്ള പ്രചാരണം, ഒടുവിൽ ആരാണ് മുഖ്യമന്ത്രി, VS ആണോ പിണറായി ആണോ എന്ന ആലോചനകൾ വരുമ്പോൾ രണ്ടുപേരെയും ഇരുത്തിക്കൊണ്ട് പിണറായി മുഖ്യമന്ത്രിയാകുന്നു എന്ന് പറയുന്നു, VS-നെ കേരള കാസ്ട്രോ എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ആ കാലത്തെ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു?
അദ്ദേഹം വ്യക്തിപരമായിട്ട് അക്കാലത്ത് ഇവിടെ മലപ്പുറം സമ്മേളനത്തിലും എല്ലാം അദ്ദേഹമാണ് പങ്കെടുത്തത്. ഒന്ന് പ്രത്യക്ഷമായിട്ട് ഞാനൊരു അടുപ്പമൊക്കെ ഉണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഞാനും അവിടെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ റൂമിൽ പോയി കണ്ടുപോക്കുകയാണ്. പക്ഷെ ഒരു കാര്യം പറയാം, അദ്ദേഹം ഇതൊന്നും സംസാരിക്കാൻ തയ്യാറായില്ല. ഞാനും സംസാരിക്കണമെന്നൊന്നും വാശി പിടിച്ചിട്ടൊന്നുമില്ല, അത് എൻ്റെ ഭാഗം ഒന്ന് കേൾക്കണം. ബട്ട് അദ്ദേഹത്തിന് അറിയാലോ അദ്ദേഹത്തിന് ഗുണത്തിലെത്തണത്തെ എന്നുള്ളൊരു സമീപനം കൈക്കൊണ്ടത്. ഒരുപക്ഷെ അന്നത്തെ അന്തരീക്ഷത്തിൽ അങ്ങനെയുള്ള വർത്തമാനങ്ങളൊന്നും വേണ്ട എന്നായിരിക്കും അദ്ദേഹം തീരുമാനിച്ചതും. പക്ഷേ ഇവിടുത്തെ പാർട്ടിയുടെ ദൈനംദിന കാര്യങ്ങളുടെ മേൽനോട്ടക്കാരനല്ല, ചുമതലക്കാരനായിരുന്നില്ല അദ്ദേഹം. ഭാഷ ഒരു പ്രശ്നമല്ലേ. അപ്പോൾ പ്രകാശ് കാരട്ടും ഒക്കെയാണ് ഇവിടുത്തെ ചുമതല കൂടുതലും വരിയൊക്കെയും സമ്പർക്കം പുലർത്തുകയും ചെയ്തിരുന്നത്. അതുകൊണ്ട് അക്കാലത്തെക്കുറിച്ച് തന്നെ ഇപ്പം ഈ പറഞ്ഞതിനപ്പുറമൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഓർക്കാനില്ല. പക്ഷെ ഭാഷ VS-നും തടസ്സമായിരുന്നില്ലെന്ന് തോന്നുന്നു. പറഞ്ഞോളൂ. ഇവിടെ മലപ്പുറം സമ്മേളനത്തിലും എല്ലാം അദ്ദേഹമാണ് പങ്കെടുത്തത്. ഒന്ന് പ്രത്യക്ഷമായിട്ട് ഞാനൊരു അടുപ്പമൊക്കെ ഉണ്ട്, എനിക്ക് ശരി. CPM-ന് ദേശീയ തലത്തിൽ ഇനി ഇങ്ങനെ ഒരു നേതാവുണ്ടോ? താങ്കൾ നേരത്തെ പ്രയോഗിച്ചൊരു വാക്കുണ്ട്, മസിൽ പിടിക്കാത്ത നേതാവ്. അങ്ങനെ ഒരു ജനകീയ മുഖം, ചിരിച്ചുകൊണ്ട് പ്രതികരിക്കുന്ന, താങ്കൾ പറഞ്ഞ വലിയ വിശാലമായ ഒരു സൗഹൃദം, പഠനകാലം മുതൽ തുടങ്ങിയ സൗഹൃദം, ഏതൊക്കെ തലത്തിൽ ഏതൊക്കെ പാർട്ടികളിലുള്ളവർ അദ്ദേഹവുമായി അടുപ്പമുള്ളവരായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു ജനകീയ മുഖം ഇനി CPM-ന് ഇങ്ങനെ ദേശീയ തലത്തിലുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. പ്രയാസ അതാണ് വലിയ തീരാ നഷ്ടമായിട്ടിരിക്കുന്നത്. ആ ഒരു സീറ്റിലേക്ക് കടന്നിരിക്കാനായിട്ട് നേതാക്കന്മാരുണ്ട്, പ്രഗത്ഭരാണ്, നല്ല സംഘടനാ പാഠമുള്ളവരുണ്ട്, നല്ല രാഷ്ട്രീയപരമുള്ളവരുണ്ട്. എന്നാൽ ഈ എല്ലാവർക്കും സമ്മതമായിട്ടുള്ള ഒരു മുഖം അത് ഇദ്ദേഹത്തെ പോലെ ഇന്നുണ്ടാവില്ല. പക്ഷെ മുഖം വേണം, ഒരാളെ കണ്ടെത്തും നിശ്ചയമായിട്ടും. പക്ഷേ അത് സീതാരാമന് പകരാവില്ല. തീർച്ചയായിട്ടും. ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കാണ്, അദ്ദേഹം അനുസ്മരണത്തിൽ പറഞ്ഞ ഒരു വാചകമാണ്, ഇന്ത്യ എന്ന ആശയത്തിന് ഏറ്റിരിക്കുന്ന നഷ്ടം എന്നുള്ളതാണ്. ആ നിലയ്ക്ക് തന്നെയാണ് അത് വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ നഷ്ടത്തെ. അപ്പോൾ ഇന്ത്യ മുന്നണി രൂപീകരണത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എത്രത്തോളം നിർണായകമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഓരോ പാർട്ടികളെയും അനുനയിപ്പിക്കുന്നതിൽ, ആ സഖ്യമുണ്ടാക്കുന്നതിൽ, പ്രധാനപ്പെട്ട പല പാർട്ടികളെയും ഇതിൽ ഉൾക്കൊള്ളിക്കുന്നതിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, അതിനെ എങ്ങനെ ഓർക്കുന്നു? പാർട്ടിയിൽ പല നിലപാടുകളുണ്ടായിട്ടുണ്ട്. അതൊക്കെ എന്തെങ്കിലും വിഭാഗീയത കാര്യമൊന്നുമല്ല, രാഷ്ട്രീയ നിലപാടിൻ്റെ പ്രശ്നമാണ്. ഒരു വലിയ സംഘം ആളുകൾ ഈ ഇലക്ഷന് വേണ്ടിയിട്ടല്ലേ ഈ മുന്നണി ഉണ്ടാവണത്. അപ്പോൾ ഈ ഇലക്ഷൻ മാത്രം ജ്വരം പിടിച്ച് മുന്നണി ഉണ്ടാക്കാൻ നടക്കുകയല്ല വേണ്ടത്. നാട്ടിൽ ഉള്ള മറ്റു പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക. ഇലക്ഷൻ വരുമ്പോൾ അപ്പോൾ മുന്നണിയുടെ കാര്യം നോക്കാം എന്ന് പറയുന്ന ഒരു ഒത്തിരിയുണ്ട്. അതുപോലെ തന്നെ ഇപ്പം അതും ചെയ്യേണ്ട, പക്ഷെ ഇപ്പോഴേ പറഞ്ഞു തുടങ്ങണം, ഇപ്പോൾ നിലപാട് വേണം എന്നൊക്കെയുള്ള അഭിപ്രായമുള്ളവരുണ്ട്. അപ്പോൾ വളരെ തീക്ഷ്ണമായിട്ടുള്ള തർക്കങ്ങളും എല്ലാം ഉണ്ട്. ആരും ഇന്ത്യ മുന്നണിക്ക് എതിരായതുകൊണ്ടല്ല, അത് ഏത് രീതിയിലാണ് അങ്ങോട്ട് ചെല്ലേണ്ടത് എന്നുള്ളത്. അവിടെ CPM അതിനെ അംഗീകരിച്ച് ഇന്ത്യ മുന്നണിയോടൊപ്പം നിർത്തിയതിൽ വലിയൊരു വ്യക്തിപരമായ സംഭാവന സീതാറാം യെച്ചൂരിയുടെ ഉണ്ട്. അവസാനമായി താങ്കൾക്ക് വ്യക്തിപരമായി അദ്ദേഹമുള്ള ചില ഓർമ്മകൾ ഉണ്ടാകുമല്ലോ, അത്തരം ഓർമ്മകൾ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒത്തിരി ഉണ്ട്. ഞാൻ പറഞ്ഞ ഒരുപാട് സഹപ്രവർത്തകരൊക്കെ കോമൺ ആയിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഏറ്റവും അവസാനം പത്തനംതിട്ട തോറ്റു കഴിഞ്ഞപ്പോൾ യെച്ചൂരി വിളിച്ചു. ഇലക്ഷനൊന്നും കാര്യമൊന്നും ചോദിച്ചില്ല.
എന്ത് പുസ്തകം ഇനിയിപ്പോൾ എഴുതാൻ പോണേ എന്നൊക്കെ ചോദിച്ച്. പക്ഷേ നമുക്ക് പറയാതെ അറിയാമല്ലോ അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് വിളിക്കണമെന്നുള്ളത്. അതാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും അവസാനത്തെ ഓർമ്മ വരുന്ന ഒരു രംഗം എന്ന് പറയുന്നത്. എന്ത് രസമായിട്ടാണ് താങ്കൾ പറഞ്ഞത്. ശരിക്കും യെച്ചൂരി വ്യത്യസ്തൻ തന്നെയാണ്. വളരെ നന്ദി ശ്രീ തോമസ് ഐസക്. തിരിച്ചെത്താം വീണ്ടും ദാമോദർ പ്രസാദിലേക്ക്. ശ്രീ ദാമോദർ പ്രസാദ്, ഇപ്പോൾ ഐസക് പറഞ്ഞത് താങ്കളും കേട്ടല്ലോ. മസിൽ പിടിക്കാത്ത നേതാവ്, കമ്മ്യൂണിസ്റ്റ് ശൈലി എന്നാൽ ചിരിക്കരുത്, അല്പം ഗൗരവത്തോടു കൂടി തന്നെ എല്ലാ സമയവും നിൽക്കണമെന്നൊക്കെ എവിടെയോ അലിഖിതമായൊരു നിയമമുള്ളതുപോലെയാണ്. എല്ലാവർക്കും ഒരേ ഭാവമാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു യെച്ചൂരി എന്നുള്ള കാര്യം നമുക്കറിയാം. അത് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. ഒരു പക്ഷേ ഇങ്ങനെ ഒരു ജനകീയ മുഖം ഇനി ആര് ഉണ്ടാകുമോ എന്ന് ഐസക് പോലും സംശയിക്കുകയാണ്. ഡോക്ടർ തോമസ് ഐസക്കിനെ ഒരു പക്ഷേ ഇങ്ങനെ ആദ്യമായി സംസാരിക്കുന്ന ഒരു പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അദ്ദേഹത്തിൽ ആർദ്രവും വളരെ സ്നേഹപൂർവ്വമായിട്ട് അദ്ദേഹത്തെ സാറിന് നമ്മൾ വേറൊരു ഇതിലാണ് സംസാരിക്കുന്നത് അദ്ദേഹത്തെ കേൾക്കണം. അത്രമാത്രം ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അതായത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, സഖാവ് യെച്ചൂരിയുടെ ഒരു സാന്നിധ്യവും ഒരു ബന്ധവും നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, ഈ ഡോക്ടർ ഐസക് സൂചിപ്പിച്ച ഹർകിൻ സുർജിത്തായിട്ടൊരു താരതമ്യം ചെറിയൊരു വ്യത്യസ്തമായി ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. ഹർകിൻ സുർജിത്ത് ഒരു പഴയ തലമുറയിൽപ്പെട്ട 20th സെഞ്ചുറിയുടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഡർഷിപ്പ്, അദ്ദേഹത്തിൻ്റെ സോവിയറ്റ് യൂണിയൻ്റെ ഒരു കാലഘട്ടത്തിൽ ലീഡറാണ്. പക്ഷേ ഇത് നമ്മൾ 20th നൂറ്റാണ്ടിലെ ലീഡർഷിപ്പായിരുന്നു. ഈ 21st സെഞ്ചുറി ലെഫ്റ്റ് 21ാം നൂറ്റാണ്ടിൻ്റെ ഇടതുപക്ഷ ലീഡർഷിപ്പാണ് യെച്ചൂരി കാണിച്ചിരുന്നത്. അത് നമുക്കിന്നറിയാം. നമ്മൾ സ്പെയിനിലെ പുതിയ ലെഫ്റ്റ് മൂവ്മെൻറ്റ്, ഫ്രാൻസിലെ പുതിയ ലെഫ്റ്റ് മൂവ്മെൻറ്റ്, അത് പോസ്റ്റ് സോവിയറ്റ് യൂണിയന് ശേഷം ഈ ലെനിനിസ്റ്റ് അല്ലാത്തൊരു പുതിയ ലെഫ്റ്റ് വരുന്നുണ്ട്, ഡെമോക്രാറ്റിക് ലെഫ്റ്റ്. അതിൻ്റെ ഒരു വല്ലാത്ത സാധ്യതയാണ് ഈ 21st സെഞ്ചുറിയുടെ ഒരു 20th നൂറ്റാണ്ടിലെ ലെഫ്റ്റിൻ്റെ പൊളിറ്റിക്സ് എന്തായിരിക്കണമെന്നാണ് ഒരുപക്ഷെ യെച്ചൂരി പ്രദാനം ചെയ്തിട്ടുള്ള കാര്യം. അതിൻ്റെ ഒരു വലിയത് കാണാൻ പറ്റും. അത് പ്രായോഗികതയുടെ മാത്രം പ്രശ്നമല്ല. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സിൻ്റെ ഒരു വലിയ പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സിൻ്റെ എല്ലാ കാലത്തും ഈ കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സിൻ്റെ കരിഷ്മ എന്ന് വിളിക്കുന്നത് പ്രായോഗികതയായിരുന്നില്ല. നിങ്ങൾ നോക്കിയാൽ അത് ലെനിനാണെങ്കിലും മാവാണെങ്കിലും സൈദ്ധാന്തികത പ്ലസ് ജനകീയത, ഇതായിരുന്നു എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഡർഷിപ്പിൻ്റെ ഏറ്റവും പ്രധാനം. ഈ സൈദ്ധാന്തികരായിരിക്കും ജനകീയരായിരിക്കും. ഈ രണ്ടും ഒത്തുചേർന്ന് നമ്മുടെ 21ാം നൂറ്റാണ്ടിൽ ഒരു ലീഡർ എന്ന് പറയാവുന്ന ഒരാൾ പ്രധാനമായിട്ടും സീതാറാം യെച്ചൂരിയാണ്. കാര്യം സൈദ്ധാന്തികമായിട്ടുള്ള വളരെ അടിത്തറ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, പ്രഭാഷണം ശ്രദ്ധിച്ചു കാണും, നിരീക്ഷണങ്ങൾ, ഇന്ത്യൻ സാമൂഹിക സാഹചര്യത്തിൻ്റെ, ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെയൊക്കെ കൃത്യം പൊളിറ്റിക്കൽ കണ്ടീഷനെയൊക്കെ ശരിയായിട്ടുള്ള വിലയിരുത്തൽ, അതിൽ മാർക്സിസ്റ്റ് കാഴ്ചപ്പാടിലൂടെ ഈ ന്യൂ ലിബറൽ കാലഘട്ടത്തെ വിശകലനം ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ പാഠവും കഴിവ്, അതേസമയം തന്നെ ജനകീയമായി ഇതിനെ പ്രകാശ് കാരാട്ട് അത്ര ജനകീയത എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. രണ്ട് ശൈലിയാണല്ലോ പ്രകാശ് കാരാട്ട്. അങ്ങനെ മാധ്യമങ്ങളോടായാലും അതെ അങ്ങനെ തുറന്ന് സംസാരിച്ചുകൊണ്ട് ഇടപെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവല്ല. അദ്ദേഹം മലയാളം അറിയെങ്കിൽ കൂടി അദ്ദേഹത്തിന് മലയാളം അറിയെങ്കിൽ കൂടി ഇംഗ്ലീഷ് മതി. ആ ഒരു ജനകീയത പ്രകടിപ്പിക്കാൻ ഒരു പ്രത്യേക കഴിവ്, ആൾക്കാരുടെ ഇടപഴകുന്നതിലൊക്കെ തന്നെ എനിക്ക് മലയാളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് ഒരു പക്ഷേ അനുഭവം ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് ഈ ഇദ്ദേഹത്തിൻ്റെ ഇടപെടൽ. കാര്യം എല്ലാവർക്കും സൗഹൃദമുണ്ട്. ഇപ്പോഴത്തെ യുവതലമുറയിലെ മാധ്യമപ്രവർത്തകർ മുതൽ മുൻകാല മാധ്യമപ്രവർത്തകർ വരെ എല്ലാവരോടും തോളിൽ കൈയിട്ടുകൊണ്ട് കുശലം പറയുന്ന, പാർട്ടിയിലെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നും വിട്ടു പറയില്ല എങ്കിൽ കൂടി സൗഹൃദത്തോടെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു നേതാവായിട്ട് തന്നെയാണ് എല്ലാവരും ആ നിലയ്ക്ക് അദ്ദേഹത്തെ ഓർമ്മിച്ചെടുക്കുന്നത്. അത് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. കാര്യം അവർക്ക് നേരിട്ടുള്ള അനുഭവം നമുക്ക് ദൂരത്തുനിന്ന് കാണുമ്പോൾ ആ അനുഭവം നമുക്ക് ഫീൽ ചെയ്യും. കാര്യം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജനകീയത, അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞ മസിൽ പിടിക്കുന്ന ശരീരഭാഷ, അദ്ദേഹത്തിൻ്റെ ഇടപെടേണ്ട രീതി, അതേസമയം വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ ഫൗണ്ടേഷൻ, മാർക്സിലുള്ള സ്ട്രോങ് ഫൗണ്ടേഷനും അദ്ദേഹത്തിൻ്റെ പഠന രീതികളിലൂടെയും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ആർജിച്ചെടുത്തപ്പോൾ പിന്നെ വലിയ ലീഡേഴ്സായിട്ടുള്ള ബന്ധം, എം വാസവ പുന്നയ്യ തുടങ്ങി, സുന്ദരയ്യ തുടങ്ങി, EMS തുടങ്ങിയ വലിയ ഹരകിഷൻ സിംഗ് സുർജിത് വരെയായിട്ടുള്ള വളരെ EMS അവരായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അടുപ്പം, അവരായിട്ടുള്ള ബന്ധം, ഇതൊക്കെ ചേർന്ന് രൂപപ്പെട്ടൊരു വ്യക്തിത്വമാണ്. അപ്പോൾ ആ വലിയൊരു കമ്മ്യൂണിസ്റ്റ് ലെഗസിയുടെ അകത്ത് രൂപപ്പെട്ട ഒരാൾ, അതേസമയം 21ാം നൂറ്റാണ്ടിലെ പുതിയ രാഷ്ട്രീയ അനുഭവങ്ങളെ ഉൾക്കൊള്ളും. ആ ഒരു നഷ്ടം അത് നമ്മൾ എന്ത് നോക്കിയാൽ വലിയ വേദനാജനകമായ നഷ്ടമാണ്. നമുക്ക് എല്ലാവർക്കും അത് ഫീൽ ചെയ്യണം. ഒരു എക്സ്ട്രീമിലി നമുക്ക് സാഡാക്കുന്ന ഒരു നഷ്ടം അതിൻ്റെ അകത്ത്. തീർച്ചയായും ഒരുപക്ഷെ കാരാട്ടിന്റെ സ്ഥാനത്ത് UPA കാലത്ത് പിന്തുണ പിൻവലിക്കുമ്പോൾ കാരാട്ടിന്റെ സ്ഥാനത്ത് യെച്ചൂരി ആയിരുന്നെങ്കിൽ ആ പിന്തുണ പിൻവലിക്കരുത് എന്നൊരു നിലപാടെടുത്തേ യെച്ചൂരി ആയിരുന്നെങ്കിൽ എന്ന് പോലും ചിലർ വിശകലനം ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ CPMന്റെ നിലവിലെ സ്ഥാനം ഈ രൂപത്തിലായിരിക്കുമോ വിലയിരുത്തപ്പെടുക? അതൊക്കെ വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ ദാമോദർ പ്രസാദ്. ബൃന്ദ കാരാട്ടിൻ്റെ പ്രതികരണം. ബൃന്ദ കാരാട്ട് ഇപ്പോൾ യെച്ചൂരി ആശുപത്രിയിലായ ദിവസം മുതൽ അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കൊപ്പം ഒരുമിച്ചുണ്ടായിരുന്നു. കാരാട്ടും യെച്ചൂരിയും ഒരുമിച്ച് രാഷ്ട്രീയത്തിലേക്ക് അവരുടെ പഠനകാലം മുതൽ വന്നവരാണ്. ആ നിലയ്ക്ക് ബൃന്ദയ്ക്ക് ഒരുപാട് അടുപ്പമുണ്ട്. ബൃന്ദ വിതുമ്പുകയായിരുന്നു.
Our party has lost its topmost leader, our General Secretary, an outstanding communist who has for decades led the movement for social change, for transformation for the people of India. Our loss is a monumental loss. But India has also lost a son who knew India so well, who loved India, and who understood the values of our history, of our people, of unity, of secularism, of pluralism, of democracy. Comrade Sitaram was a warrior for India and these values of India. And while we mourn his loss deeply, it is an irreplaceable loss, but it is also a huge loss for our country. രാജ്യത്ത് തന്നെ നഷ്ടം എന്നാണ് ബൃന്ദ അനുസ്മരിക്കുന്നത്. ദാമോദർ പ്രസാദ്, ഈ പ്രായോഗികത എന്ന് പറയുമ്പോൾ പശ്ചിമ ബംഗാളിൽ പാർട്ടി ഇല്ലാതാകുന്നു, അവിടെ തൃണമൂൽ പാർട്ടിക്ക് മേൽ വിജയം നേടുന്നു. അങ്ങനെയുള്ള ഘട്ടത്തിൽ അവിടെ കോൺഗ്രസുമായി സഖ്യമെന്ന ആലോചനയിലേക്ക് യെച്ചൂരിക്ക് പോകാൻ സാധിക്കുന്നു. പിന്നീട് ദേശീയ തലത്തിൽ ഒരു മുന്നണി എന്ന രൂപത്തിലേക്ക് വരുമ്പോൾ അവിടെ മമതയുമായി സഖ്യമാകാമെന്ന ആലോചനയിലേക്ക് പോകാൻ കഴിയുന്നു. അങ്ങനെ പല രൂപത്തിൽ ഐക്യപ്പെടേണ്ടത് എന്തിനെതിരെയാണ് എന്ന കാര്യത്തിൽ വളരെ വ്യക്തതയുണ്ട്. അത് സംഘപരിവാറിനെതിരെയാണ്. ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ബാക്കി ഐക്യപ്പെടൽ, ബാക്കി നെയ്തെടുക്കൽ അദ്ദേഹം കൃത്യമായി നടപ്പാക്കുന്നു. അങ്ങനെയല്ലേ അതിനെ കാണേണ്ടത്? അങ്ങനെ നമുക്ക് കാണാം. കാര്യം ബംഗാളിലെ തകർച്ച, ബംഗാളിലെങ്കിലും ബംഗാൾ പാർട്ടിയുടെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ബംഗാളിലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചടി, തകർച്ച, അതൊക്കെ അതിനുശേഷം ഒരു വലിയ തോതിലുള്ളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഉലച്ചു കളഞ്ഞിട്ടുണ്ട്. ആ ഉലയ്ക്കൽ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിനും കാര്യമായി ബാധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. കാര്യം ബംഗാളിൽ തിരിച്ചുവരും അദ്ദേഹത്തിന് വേറെ രീതിയിൽ ശക്തി പകരുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് വലിയ പിന്തുണ ലഭിക്കുമായിരുന്നു. കാര്യം നമുക്കറിയാം, കേരള ഒരു ഘടകം, ബംഗാൾ ഘടകം, ത്രിപുര, അപ്പോൾ ആ ഒരു വലിയ പിന്തുണ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾക്കും അത് മുന്നോട്ട് കൊണ്ടുവരാൻ വലിയ സ്വാധീനതയായി മാറിയേനെ. പക്ഷേ അത് സംഭവിക്കാത്തൊരു വലിയ സംഘടന. പക്ഷേ അതേസമയം നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ അടുത്ത കാലത്തായിട്ട് ബംഗാളിൽ പുതിയ യുവ നേതൃത്വത്തെ ഉയർത്തിക്കൊണ്ടുവരാനും അവർക്ക് പിന്തുണ കൊടുക്കാനും ആ രീതിയിൽ വലിയ തോതിൽ പിന്തുണ കൊടുക്കാനും അങ്ങനെ ഒരു അതാണ് ഈ 21 നൂറ്റാണ്ടിലേക്ക് പുതിയ രാഷ്ട്രീയത്തെ വിഭാവനം ചെയ്യാനും അതിൻ്റേതായ പ്രായോഗികതകൾ. ആ പ്രായോഗികത പറഞ്ഞാൽ വലിയ ഒരു തരത്തിൽ മുഖ്യ വൈരുദ്ധ്യത്തെ മനസ്സിലാക്കി നമ്മൾ എന്തിനാണ് നേരിടേണ്ടത്, ഏത് ഫാഷിസ്റ്റയോ അല്ലെങ്കിൽ ഏത് ഏകാധിപത്യമാണ് നേരിടേണ്ടത്, അതിന് ബദലായ ഒരു ജനാധിപത്യ സഖ്യത്തെ രൂപപ്പെടുത്താനുള്ള രാഷ്ട്രീയമാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ തികച്ചും പാർലമെൻ്ററി ആയിട്ടുള്ള ചില നേട്ടങ്ങൾക്ക് വേണ്ട പ്രായോഗികതയ്ക്ക് അപ്പുറം ഒരു ഇന്ത്യ എന്ന കാഴ്ചപ്പാട്, അതാണ് ഈ സഖാവ് ബൃന്ദാകാരട്ടും ഇന്ത്യക്കുള്ള പുത്രം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അതാണ് ആ ഇന്ത്യ എന്നൊരു വിശാലമായ കാഴ്ചപ്പാട്. എങ്ങനെയാണ് അതിനെ തിരിച്ചു പിടിക്കാൻ സാധിക്കുക? കാലത്തിനൊപ്പം സഞ്ചരിച്ച നേതാവ് ആ നിലയ്ക്ക് രാജ്യത്തിന് തന്നെ നഷ്ടം എന്ന് ബൃന്ദയും പറയുന്നു, നമ്മൾ ഓരോരുത്തരും പറയുന്നു. പ്രസാദ്, 2 മിനിറ്റ് കൂടി. ഈ കോൺഗ്രസ് പോലുള്ള പാർട്ടികളോട് പുറത്തുനിന്നുള്ള പിന്തുണ എന്ന നിലപാടിൽ മാറ്റം വരുത്തിയത് യെച്ചൂരിയുടെ കാലത്താണല്ലോ. തെരഞ്ഞെടുപ്പ് സഖ്യം തന്നെ ആകാമെന്നുള്ളത് അത് ബീഹാറിലും അസമിലും ഒക്കെ പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്കൊരു തീരുമാനം, ആലോചന ഒക്കെ യെച്ചൂരി ആയതുകൊണ്ട് സംഭവിച്ചു. ഇനി അതിനുള്ള സാധ്യത ഇങ്ങനെ കാണുന്നു? അല്ല, അദ്ദേഹം ഒരു പാത തുറന്നിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് ഇപ്പോൾ രാജസ്ഥാനിലൊക്കെ ജയിച്ചു വന്ന അങ്ങനെ ചില തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ DMK യുടെ സഖ്യമൊക്കെ ബന്ധപ്പെട്ട് പല തെളിവുകൾ നമുക്കുണ്ട്. അത് ഒരു സാധ്യത മാത്രമല്ല, ഇനി നമ്മുടെ കാലത്തെ രാഷ്ട്രീയം വിശകലനം ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എന്താണോ ജനാധിപത്യത്തിന് മുന്നോട്ട് പോകുന്നത്, ഇപ്പം നമുക്ക് പലതരത്തിലും ജനാധിപത്യം റെസ്റ്റോർ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ചില പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്. ആ നിലയിൽ ഒരു സാധ്യത തുറക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സാധ്യത തന്നെയാണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഒരു സഖ്യ രൂപപ്പെട്ട് ഇപ്പോൾ നമുക്കതിന് മുമ്പ് മാതൃകയുണ്ട്. ഇപ്പോൾ UP യുടെ ആദ്യകാല മാതൃക, അതിനേക്കാളും ഒരു പ്രതിസന്ധി കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു യാഥാർത്ഥ്യബോധമാണ് പ്രധാനമായിട്ട് വേണ്ടത്. ആ യാഥാർത്ഥ്യബോധത്തിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയം കെട്ടിപ്പടുത്താൻ സാധിക്കുള്ളൂ. അത് യെച്ചൂരി ഇല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരു സാധ്യതയിലേക്ക് തുറന്നിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഡോഗ്മാറ്റിസത്തിലേക്കും ഹങ്ങേറ്റ സെക്ടറിനെസ്സിലേക്കും ഒരു CPM-ന് കൂപ്പുത്തിയാൽ അത് ആത്യന്തികമായി അതിൻ്റെ ഒരു തകർച്ചയെ തന്നെയായിരിക്കും. അത് കേരളം മാത്രം ജീവിക്കാനായിട്ട് ഇന്ത്യ പോലെ സാധ്യതയല്ലല്ലോ. അത്തരം സെക്ടറിയൻ പൊളിറ്റിക്സിലേക്ക് എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം പുതിയ ലീഡർഷിപ്പ്
പുതിയ ലീഡർഷിപ്പ് അത്തരമൊരു സ്വഭാവത്തിലേക്ക് തന്നെ വരിക. കാര്യം അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതാണ് പ്രധാനമായതുകൊണ്ടാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ മുഴുവനായി കാണുകയാണ് എങ്കിൽ അതൊരു സാധ്യത ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. മറിച്ച് വളരെ പ്രാദേശികമായിട്ട് വളരെ സെക്ടറിയൽ ലെവലിൽ വളരെ തികച്ചും പ്രാദേശികമായിട്ടുള്ള പാർലമെന്ററിസം മാത്രം നോക്കിക്കൊണ്ട്, കാര്യം പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിക്കാൻ വേണ്ടിയല്ലോ ഈ പാർട്ടി അതിലൂടെ പാർട്ടി പോകുമോ എന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. യെച്ചൂരി എന്തായാലും ഒരു നഷ്ടമാണ്. യെച്ചൂരിയെ പോലെ ഇനി ഒരാളില്ല എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരു മറ്റൊരാൾ വരേണ്ടിയിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചും ഉണ്ട്. വളരെ നന്ദി ശ്രീ ദാമോദർ പ്രസാദ്, ശ്രീ തോമസ് ഐസക്, ഒപ്പം ബിനോയ് വിശ്വം ഈ മണിക്കൂറിൽ യെച്ചൂരിയെ അനുസ്മരിച്ചതിന്. ലാൽ സലാം. Also been a very crucial period in the political life of our country, and to that extent I think the opportunity to place a contribution into that circumstances is something that I'm very grateful for.